നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നാലും അരുണിനോട് അങ്ങനൊന്നും പറയണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതൊക്കെ അരുണിന് വിഷമായി കാണും. ശ്ശേ. അരുണാണല്ലോ. അരുൺ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതില് വിഷമമുണ്ടോ? അല്ല, അരുൺ എന്താ ഒന്നും മിണ്ടാത്തെ? വിഷമിക്കല്ലേ അരുൺ, എല്ലാത്തിനും സോറി. എന്തെങ്കിലും ഒന്ന് പറയരുൺ, ഇല്ലെങ്കിൽ എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റില്ല. വേണ്ട, ഞാൻ വന്ന് നിന്നെ ഉറക്കിത്തരാം. ഐശ്വര്യ, അത് ഞാനാടി നീ കൈയടക്കി വെച്ചിരിക്കുന്നവന്റെ യഥാർത്ഥ ഭാര്യ ഐശ്വര്യ. പ്രതീക്ഷിച്ചില്ല അല്ലേ? രാത്രി കിന്നാരം പറയാൻ നിന്റെ കാമുകനെ വിളിക്കുന്നേന്ന് കരുതിയല്ലേ? എടി, നീ എന്താ കരുതിയത്? നിന്റെയും അരുണിന്റെയും കപട നാടകം ഞാൻ കണ്ടുപിടിക്കില്ലാന്നല്ലേ? എടി, നീ നിന്റെ രഹസ്യ ഭർത്താവ് വരുന്നതും കാത്തിരിക്കായിരുന്നല്ലേ? വേണ്ടടി, നീ നേരെ ഇങ്ങോട്ട് വാ. ഇവിടെ എന്റെ ബെഡ്റൂം നിനക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു തരാം. ഐശ്വര്യ, ഞാനത് നിർത്തടി. നീ ഓഫീസിലും എന്നെ പറ്റിച്ചു. മാഡം മാഡം എന്ന് വിളിച്ചിട്ട് നീയും അരുണും അവിടെ കുറെ ഡ്രാമ കളിച്ചു. എനിക്കിത്തിരി മനുഷ്യത്വം കൂടിപ്പോയി. അത് നീ അങ്ങ് മുതലാക്കി. നിന്റെ പർദ്ദയും ഒരു ജാസ്മിനും. ഇനി നിനക്ക് എന്നെ ദ്രോഹിച്ച് മതിയായില്ല അല്ലേ? ഐശ്വര്യ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നീ ഇനി എന്ത് പറയാൻ? നിനക്കിനി എന്താ പറയാനുള്ളത്? ഇനി നീ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. ഒരാൾക്കേ 2 ഭാര്യമാര്. ആ ഏർപ്പാട് ഇനി നടക്കില്ല. ഞാൻ അതിന് സമ്മതിക്കില്ല. എന്റെ ഭർത്താവിനെ ഇങ്ങനെ കണ്ണും കൈയും കാണിച്ച് വലവീശി പിടിക്കുന്ന നിന്റെ അഭിനയം ഇനി അത് നടക്കില്ല. എല്ലാം അരുണുമായിട്ടുള്ള ഫോൺ വിളി ഉൾപ്പെടെ എല്ലാം ഇന്ന് ഇപ്പോ ഈ നിമിഷം അവസാനിപ്പിച്ചോളണം. പിന്നെ ഇതിന്റെ പേരിൽ ഒരു സീനുണ്ടാക്കിയ അരുണ അശ്വതിയുടെ അടുത്ത് സ്ഥിരതാമസമാക്കിയെന്ന് വരും. ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യ. ഇരിക്കുന്നുണ്ടില്ലേ ഒന്നും അറിയാത്തതുപോലെ. അശ്വതി, അവളോടുള്ള അരുണിന്റെ ബന്ധം ഞാൻ അവസാനിപ്പിച്ചു തരാം. കിച്ചണില് ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അഖിലിനും കൊടുത്ത് നീയും കുടിക്ക്. ഞാൻ എടുത്തിയൊന്ന് സഹായിക്കാന്ന് കരുതി വന്നതാ. അപ്പതേ ചായ ഇഡ്ഡലി ഒക്കെ റെഡിയാക്കി വെച്ചോ? എല്ലാം റെഡിയാ. ഇനി എല്ലാവരും വന്ന് കഴിച്ചാൽ മാത്രം മതി. എടുത്തി ഉണ്ടാക്കിയ ഫുഡൊക്കെ കഴിച്ചിട്ട് എത്ര കാലമായി? അതിനെന്താ, ഇനിയിപ്പോ എല്ലാ ദിവസം കഴിക്കാലോ. അല്ല, അമൃതയുടെ സ്പെഷ്യൽ സാമ്പാർ ഇവിടെ.
എന്താ എന്തു പറ്റി മോളെ? ശ്യാമയ്ക്ക് എന്തോ സ്മെല്ല് പിടിച്ചില്ലെന്ന് തോന്നുന്നു. അമ്മേ എന്തുറ്റി? എന്താ ശ്യാമേ? എടാ, നീ ടെൻഷനൊന്നും ആവണ്ട. പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഇതൊക്കെ പതിവാ. വോമിറ്റിങ് നിൽക്കുന്നില്ലല്ലോ. അതെ അമ്മേ. അമ്മേ, ശ്യാമേ വന്നേ. ശ്യാമേ വാ വാ മോളെ. മോളെ ചെയർ നീക്കിയിട. ഇവിടെ ഇരിക്കെ. പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ്ങിൽ വോമിറ്റിംഗ് പതിവാ. പക്ഷെ ഇത് ഇത്തിരി കൂടുതലാ. ദേ അവള് വല്ലാണ്ട് തളർന്നു. എന്തായാലും അമ്മേ ഹോസ്പിറ്റലിൽ ഒന്നുകൊണ്ട് കാണിക്കണ്ടേ? അമ്മേ നാളെ സ്റ്റുഡിയോയില് റെക്കോർഡിംഗ് ഉള്ളതാ. വോമിറ്റിംഗ് തുടർന്നാ പറ്റില്ല. ഹോസ്പിറ്റലിൽ പോവാം. വോമിറ്റിംഗ് തുടർന്ന് മ്യൂസിക് റെക്കോർഡിംഗ് പറ്റില്ല. അത് നന്നായല്ലോ. നോക്കാം. പ്രഗ്നൻസി ടൈമിൽ പറ്റിയൊരു ഗൈനക്കോളജിസ്റ്റ് ആരാ ഉള്ളതെന്ന് ആലോചിക്കുക. ആ ഉണ്ടമ്മേ, എന്റെ ഒരു ഫ്രണ്ട് ഡോക്ടറുണ്ട്. ഗൈനക്കോളജിസ്റ്റാ. സൂപ്പർ ഡോക്ടറാ. അമ്മയ്ക്ക് അറിയാം. നമ്മുടെ ഓഫീസിലേക്ക് പോകുന്ന ആദ്യ ടേണിംഗ് ഇല്ലേ, അതിന്റെ ഓപ്പോസിറ്റ്. ഹരിത നായര്. ആ എന്റെ ഫ്രണ്ടാ. ഞാൻ വിളിച്ചു പറയാം. ഡോക്ടർ എനിക്കറിയാം, നല്ല ഡോക്ടറാ. എന്നാ പിന്നെ അധികം താമസിക്കണ്ടമ്മേ. ശ്യാമെ നമുക്ക് ഡോക്ടറെ കാണിക്കാം. എന്നാ ഞാനും അഖിയും കൂടി പോവാം. മോള് വരണമെന്നില്ല. ശ്യാമയ്ക്ക് അത്ര കുഴപ്പമൊന്നുമില്ലല്ലോ. അമ്മ അത് ഞാൻ കൂടി. സാരില്ല എടുത്തി, ഞാനുണ്ടല്ലോ, കുഴപ്പമില്ല. മോനെ വണ്ടി എടുക്ക. വാ മോളെ. ശ്യാമ സൂക്ഷിച്ച് വാ. വന്നേ. ഡോക്ടർ ഹരിത നായർ. വഴിയുണ്ടാക്ക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.